നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത്. പലർക്കും ജ്യോതിഷത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ പേടിയാണ് ആദ്യം തോന്നുന്നത്. ചിലർ ഗ്രഹങ്ങളെ പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തും. നിങ്ങളുടെ സമയം മോശമാണ്, രാഹു പ്രശ്നം കൊടുക്കുന്നു, പണം കൊടുത്താൽ മാത്രമേ പരിഹാരം ഉണ്ടാവൂന്ന്. ഇതാണ് വലിയൊരു കുഴപ്പം. പക്ഷേ ഈ ജ്യോതിഷം ഒരിക്കലും ഭയം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമല്ല, മറിച്ച് ജീവിതത്തിന് വ്യക്തത നൽകാനാണ്. നമ്മുടെ ജീവിതം മുഴുവൻ ഒരു പാറ്റേൺ മാത്രമാണ്. എവിടെ ജനിച്ചു, ഏത് സമയത്താണ് ജനിച്ചത്, ഏത് കുടുംബത്തിലാണ് ജനിച്ചത്, ഇതെല്ലാം നമ്മുടെ വിധിയെ സ്വാധീനിക്കുന്നുണ്ട്. ഒരേ സമയം 2 വീടുകളിൽ 2 കുട്ടികൾ ജനിക്കുകയാണെന്ന് ചിന്തിച്ചാലോ? പരിസരം, ബന്ധങ്ങൾ, അനുഭവങ്ങൾ എല്ലാം വ്യത്യസ്തമായിരിക്കും അല്ലേ? അതാണ് ഗ്രഹങ്ങളുടെ സ്വാധീനം. ഓരോരുത്തരുടെയും ജീവിതയാത്രയ്ക്ക് കോസ്മിക് എനർജികൾ എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജ്യോതിഷത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഗ്രഹത്തിനെ കുറിച്ചാണ്, രാഹു. ഇപ്പോൾ നമുക്ക് രാഹുവിനെ കുറിച്ച് സംസാരിക്കാം. ഈ രാഹു എന്ന് കേൾക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും പ്രശ്നം, ഇരുട്ട്, നെഗറ്റീവ് എന്ന് മാത്രമേ കരുതാറുള്ളൂ. പക്ഷെ അത് പകുതി സത്യം മാത്രമാണ്. രാഹു ശിക്ഷിക്കാൻ വരുന്നൊരു ഗ്രഹമല്ല. അതിൻ്റെ യഥാർത്ഥ ശക്തി നമ്മുടെ ചിന്തകളിലും ഭ്രമങ്ങളിലുമാണ്. പലരും രാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം പേടിയാണ് തോന്നുന്നത്. രാഹു മഹാദശ തുടങ്ങിപ്പോയി, ഇനി ജീവിതം ബുദ്ധിമുട്ടാകും, രാഹു പ്രശ്നം കൊടുക്കുന്നു, എല്ലാം നഷ്ടപ്പെടും, ഇങ്ങനെ പലരും പറയുന്നു. പക്ഷെ ഇതിൽ പലതും ഭയപ്പെടുത്തലാണ്. രാഹു യഥാർത്ഥത്തിൽ എന്താണെന്ന്, അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. രാഹു പ്രത്യേകിച്ച് മനസ്സിൻ്റെ ഭ്രമങ്ങൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ചിന്താ പാറ്റേണുകൾ എന്നിവയെ നിയന്ത്രിക്കുന്നു. മറ്റൊരു തരത്തിൽ പറയുവാണെങ്കിൽ രാഹു നിങ്ങളുടെ ചിന്തകളുടെ രാജാവാണ്. രാഹു നല്ല സ്ഥാനത്താണെങ്കിൽ ഒരാളുടെ ചിന്തകൾ ക്രിയേറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ വലിയ വലിയ ലക്ഷ്യങ്ങൾ കാണാൻ കഴിയും. ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള അവസരങ്ങൾ അവർക്ക് വന്നു ചേരും. അതായത് രാഹുവിനെ മനസ്സിൻ്റെ ഫിൽട്ടർ പോലെ കണക്കാക്കണം. രാഹു നല്ല സ്ഥാനത്താണെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ വ്യക്തവും സൃഷ്ടിപരവും പോസിറ്റീവുമാകും. നിങ്ങൾക്ക് അവസരങ്ങൾ കാണാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വളരാനും കഴിയും. പക്ഷേ രാഹു നെഗറ്റീവ് ആണെങ്കിലോ? അതേ മനസ്സ് ആശയക്കുഴപ്പം, ഓവർ തിങ്കിങ്, അസൂയ, താരതമ്യം ചെയ്യുക, ഇവയിൽ കുടുങ്ങിപ്പോകും. അപ്പോൾ പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിച്ചാലും സാധിക്കാതെ വരും. പലരും പേടിക്കുന്ന വിഷയം ഇതാണ്, രാഹു മഹാദശ. രാഹുവിൻ്റെ മഹാദശ 18 വർഷമാണ് നീളുന്നത്. ഇത്ര വലിയ കാലയളവിൽ എല്ലാവർക്കും പരീക്ഷണങ്ങൾ വരും. പക്ഷേ അതിനർത്ഥം അത് പൂർണ്ണമായിട്ടും മോശം എന്നല്ല. വാസ്തവത്തിൽ രാഹു മഹാദശ ജീവിതത്തെ ഒരുപാട് വഴിത്തിരിവുകൾക്കായിട്ട് തയ്യാറാക്കും. ഒരാൾക്ക് വലിയ മുന്നേറ്റങ്ങൾ ലഭിക്കാം, പുതിയ വഴികൾ തുറക്കാം. പക്ഷേ അത് നമ്മളുടെ ചിന്തകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. രാഹുവിനെ ശരിയായ വഴിയിൽ കൊണ്ടുപോകാൻ എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഞാനിതിൽ പറയുന്ന എല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാട്ടോ. ചിന്തകളെ ശുദ്ധാക്കുക, ഇത് തന്നെയാണ് രാഹുവിൻ്റെ പ്രധാന പരിഹാരം. ഗോസിപ്പ്, മറ്റുള്ളവരെ വിമർശിക്കൽ, അസൂയ, ഇവയൊക്കെ ഒഴിവാക്കണം. ഓരോ പോസിറ്റീവ് ചിന്തയും നമ്മുടെ ഭാവിയെ പ്രകാശിപ്പിക്കും. അപ്പോൾ രാഹുവിനെ എങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കാം. ഭയത്തിലൂടെ നമുക്ക് കഴിയില്ല. ആദ്യം നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. നിങ്ങൾ ദിവസവും ഏത് തരത്തിലുള്ള എനർജി സൃഷ്ടിക്കുന്നു എന്ന് നോക്കുക. രണ്ടാമത്, അസൂയ ഒഴിവാക്കുക. മറ്റൊരാൾ വിജയിച്ചാൽ അത് അവരുടെ കർമ്മവും പരിശ്രമവുമാണ്, അവർക്കത് കിട്ടാൻ അർഹതയില്ല എന്നല്ല. മൂന്നാമത്, നിങ്ങളുടെ വാക്കുകൾ നിയന്ത്രിക്കൂ. മറ്റൊരാളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്ന ഓരോ തവണയും അവരുടെ നെഗറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നീട് അത് മന്ദഗതിയിൽ നിങ്ങളുടെ വഴികളെ തടയാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത് വാക്കുകളും ചിന്തകളും തന്നെയാണ് ഭാവി മാറ്റുന്നതെന്ന്. ശരിയാണ്, പരിഹാരങ്ങളുണ്ട്, പല വഴിപാടുകളും ചെയ്യുന്നുണ്ട്, രാഹു മന്ത്രങ്ങൾ ജപിക്കുന്നു, ഇതെല്ലാം സഹായിക്കും. പക്ഷേ ഓർക്കണം, നിങ്ങളുടെ മനസ്സ് അസൂയയിലും നെഗറ്റിവിറ്റിയിലും നിറഞ്ഞിരിക്കുമ്പോൾ യാതൊരു മന്ത്രവും പ്രവർത്തിക്കില്ല. രാഹുവിൻ്റെ യഥാർത്ഥ പരിഹാരം ശുദ്ധമായ ചിന്തയാണ്. ഞാനൊരു ലളിതമായ ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു ബിസിനസ് നടത്തുന്ന ആളാണെന്ന് കരുതുക. നിങ്ങളുടെ പകുതി സമയം നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് വിമർശിച്ചും അവർ കൂടുതൽ എങ്ങനെ സമ്പാദിക്കുന്നു എന്ന് ചിന്തിക്കാനും ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ രാഹുവിനെ നെഗറ്റീവായിട്ട് ഫീഡ് ചെയ്യുകയാണ്.
പക്ഷേ അതേസമയം നിങ്ങളുടെ ഉൽപ്പന്നം മെച്ചപ്പെടുത്താനും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും പോസിറ്റീവ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുമാണ് ചിലവഴിക്കുകയാണെങ്കിലോ രാഹു തന്നെ നിങ്ങളെ പിന്തുണയ്ക്കാൻ തുടങ്ങും. കാരണം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ശരിയായ ദിശയിലേക്ക് തിരിച്ചു. അതിനാൽ അടുത്ത തവണ ജീവിതം സ്റ്റക്കായി പോയതുപോലെ തോന്നുകയാണെങ്കിൽ ഉടനെ നമ്മൾ ഗ്രഹങ്ങളെ കുറ്റപ്പെടുത്തുകയോ ചിലവേറിയ പരിഹാരങ്ങൾ തേടുകയോ ചെയ്യരുത്. ആദ്യം ഉള്ളിലേക്ക് നോക്കുക. അതിനുശേഷം ചോദിക്കുക, ഞാൻ ദിവസവും ഏത് തരം ചിന്തകൾ വളർത്തുകയാണ്? ഞാൻ നല്ലത് സംസാരിക്കുന്നുണ്ടോ? നല്ലത് ചിന്തിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്കായിട്ട് നല്ലത് ആഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ട് ജ്യോതിഷം ജീവിതത്തെ ബുദ്ധിമുട്ടിക്കാനല്ല വന്നത്, അത് ലളിതമാക്കാനാണ് വന്നത്. രാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ശക്തമായ പാഠമുണ്ട്. നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ബ്രഹ്മാണ്ടം. അത് ശുദ്ധമാക്കൂ, പിന്നെ ഗ്രഹങ്ങൾ നിങ്ങളുടെ വഴിയിൽ ശുദ്ധമാകും. അതുകൊണ്ട് ലളിതമായി ജീവിക്കൂ, പോസിറ്റീവായിട്ട് ചിന്തിക്കൂ, നിങ്ങളുടെ ചിന്തകളെ തന്നെ ഏറ്റവും വലിയ പരിഹാരമാക്കൂ.